ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള വരാനായിട്ടിരിക്കുന്ന ചലഞ്ചസ് എന്താണ്, അതിൽ നിന്നുള്ള ഒരു ഔട്ട്കം എന്ത്, ഒരു ഫ്യൂച്ചർ എന്ത് എന്നുകൂടി നമ്മളിവിടെ നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് മെയിനായിട്ടും നമ്മൾ ഇതിൻ്റെ സിറ്റുവേഷൻസ് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതലും നമ്മൾ അറിയാനായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അതുപോലെ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ, കറണ്ട് എനർജി എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ നേരിടാനായിട്ട് പോകുന്ന ആ ഒരു ചലഞ്ചസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് ഓവർകം ചെയ്ത് വെളിയിൽ വരാനായിട്ട് ഉള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്, ചലഞ്ചസ്, പിന്നെ അതൊരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വെളിയിൽ വന്നതിന് ശേഷം ഫ്യൂച്ചറിൽ എന്തായിത്തീരും ഈ ഒരു റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ 10 ഓഫ് സോർഡ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പേഴ്സണിനെ നിങ്ങൾ വളരെയധികം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വളരെയധികം ഒരു പ്യുവറായിട്ട്, അത്രയധികം നിർമ്മലമായിട്ട്, അത്രയധികം പ്രീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്യുവർ ലവ് ആണ് നിങ്ങൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്യുവർ ലവിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ആത്മാർത്ഥതയോടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ ഒരു 50-50 ആണ് ഞാൻ പറയുന്നത്. ജനറൽ റീഡിംഗ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു 50% ആൾക്കാർ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയ ആൾക്കാരെയും, ബാക്കി 50% ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ഇതൊരു ലെസ് കോണ്ടാക്ട് എന്ന രീതിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന റിലേഷൻഷിപ്പ്, ഈ രണ്ട് രീതിയിലുള്ള ആളുകളുടെ എനർജീസാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴും ഈ ഒരു ബ്രേക്കപ്പ് നടന്ന, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് വന്നതിന് ശേഷം പോലും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പ്യുവറായിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. അതുപോലെ ഒത്തിരി അധികം ആത്മാർത്ഥതയോടെ നിന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ. പിന്നെ നിങ്ങളുടെ ഒരു ഹൃദയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി വരുന്ന ഒരു സ്നേഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഒഴുക്കി വിട്ടിരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി വരുന്ന ഒരു സ്നേഹം തന്നെയാണ്. പിന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം എന്ന ഒരു, അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നതും ഇപ്പോൾ ഇതിനെ നിൽക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊരു ബ്രേക്കപ്പ് ആയെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഇതിൽ നിന്നുണ്ടാകും, അവർ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആത്മാവിന്റെ നിറവിൽ നിന്നുണ്ടായ ഒരു ബന്ധമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. അത്രയും ഒരു നിർമ്മലമായ ഒരു സംഗതിയായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ കാണുന്നത് എന്ന് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ അവരുടെ ഒരു എനർജി നോക്കാം നമുക്ക്. അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ അവരുടെ എനർജി കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള എനർജി, നിങ്ങളുടെ ചിന്താഗതി പോലെയല്ല അവരുടെ എനർജി. അവർക്കൊരു ഇപ്പോഴും ഒരു ബാലൻസ് സ്റ്റേജിൽ എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. അവരിപ്പോഴും ലൈഫിൽ ഒരു ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്.
ഒരു വശത്ത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും മറുവശത്ത് അവരുടെ പേഴ്സണൽ സ്ട്രഗിൾസും കൊണ്ട് ഒക്കെ തന്നെ അവര് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അത്തരത്തിലുള്ള അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവരെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ തളർത്തി കളയുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ പോലും ഈ ഒരു പേഴ്സണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു പ്രണയം ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം ആഴത്തിൽ അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സ്റ്റിൽ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഒന്ന് ആഴത്തിലുള്ളതാക്കണം, ഒരു സ്റ്റേബിൾ ആക്കി എടുക്കണം, സ്റ്റഡി ചെയ്ത് എടുക്കണം എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. ഇവര് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ പക്ഷെ പല കാര്യങ്ങളും അവര് നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ഒരു ഇൻസെക്യൂരിറ്റീസ്, അതുപോലെ കുറെ പേടികൾ അവർക്കുണ്ട്, കുറച്ച് കാര്യങ്ങൾ അവർ ഫിയർ ചെയ്യുന്നുണ്ട്, പിന്നെ കുറെ ഡൗട്ട്സുകളുണ്ട്. ഇതെല്ലാം അവർ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഈ വ്യക്തി അവരുടെ മനസ്സിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സീക്രട്ട് സൈഡ് ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു സ്നേഹം കൊടുത്ത് നിങ്ങളങ്ങ് വല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു രീതിയിലാകരുത്. കുറച്ച് കാര്യങ്ങൾ ഇവർക്കിടേതായ ഒരു സീക്രട്ട് സൈഡ് കൂടി ഇവർക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവര് ചില സമയങ്ങളിലൊക്കെ ഒരു ഇമോഷണൽ മാസ്ക് ഇട്ട് നിൽക്കാറുണ്ട് എന്ന് സാരം. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ചസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരങ്ങളിൽ നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കില്ല ആ ഒരു വ്യക്തി എടുക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കില്ല. അപ്പൊ അതൊരു കാര്യമായിട്ട് ഇവിടെ കാണുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിന് വളരെയധികം ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം, തമ്മിൽ പറഞ്ഞ് പോയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക്. അതായത് നിങ്ങൾ കോൺഫ്ലിക്ട്സുകളും വഴക്കുകളും ഒക്കെ നടക്കുന്ന സമയത്ത് മനസ്സിന് വളരെയധികം വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകാം. ഇനി ചില ആളുകളുടെ ഒരു 50% ആളുകളിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലിക്ട്സുകളൊക്കെ കഴിഞ്ഞു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ഒരു 50% ആളുകളിൽ ഈ ഒരു സ്റ്റേജുകളൊക്കെ വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നാണ് കാണുന്നത്. ജസ്റ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ, വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു വ്യക്തിയെയും ഹർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെയും ചില സമയങ്ങളിൽ ആ ഒരു സംസാരങ്ങളൊക്കെ വളരെയധികം ഹർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ രണ്ടുപേരും റിഗ്രറ്റ് തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് അയ്യോ എനിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സംസാരം അവിടെ വേണ്ടായിരുന്നു എന്നൊക്കെ കരുതി വളരെയധികം റിഗ്രറ്റ്, കുറ്റബോധം തോന്നുന്നുണ്ടാകാം. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്താണ്? ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? ഇതിപ്പോൾ ഓൾറെഡി ബ്രേക്കപ്പ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിനോ കോണ്ടാക്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നല്ല വശം നിങ്ങൾ തിരിച്ചറിയുക എന്നാണ്. ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു നന്മകൾ കാണും. എത്ര മോശക്കാരാണെങ്കിലും അവർക്കൊരു നല്ല വശം ഉണ്ടായിരിക്കും. ആ ഒരു നല്ല വശം എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയുക. ആ ഒരു വശം, ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഷൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്. അതുപോലെ തന്നെ സെൽഫ് വാല്യൂ ഉണ്ടാവുക. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ തന്നെ വളരെ മോശക്കാരനായിട്ട് അല്ലെങ്കിൽ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എൻ്റെ ഒരു കഴിവുകേടും കൊണ്ടാണ് ഇതൊക്കെ വന്നത്, എനിക്കിതിനൊന്നുമുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ ഇനി നിങ്ങൾ രണ്ടാമത് ഈ ഒരു പേഴ്സണെ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്സ് ആണ്, അവരെന്നെ സ്വീകരിക്കുമോ, കാരണം എനിക്ക് അത്രയും യോഗ്യതയില്ല, എനിക്ക് അത്രയും കഴിവില്ല എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതൊന്നും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഏറ്റവും വിലപ്പെട്ട ആളുകളാണ്. നമ്മൾ കഴിഞ്ഞിട്ടേ മറ്റുള്ള വ്യക്തികൾ വരുന്നുള്ളൂ. അവിടെ ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, സെൽഫ് റെസ്പെക്ട് നൽകുക. ഓക്കെ, ഇനി ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പേഷ്യൻസ്, ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കാനും വിലയിരുത്താനും ഒക്കെ നിൽക്കുക. അതുപോലെ
കെയർ കൊടുക്കുക, ഒത്തിരി കെയർ, കരുതൽ, മറ്റുള്ളവർക്ക് കൂടി ഒരു കരുതൽ കൊടുക്കുന്ന ആളുകളായി മാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ അൺകണ്ടീഷണൽ ലവ് ആണ്, ഒരു കണ്ടീഷനും ഇല്ലാതെ അവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക, സ്നേഹിക്കുക. അല്ലാതെ അവരെ ഇങ്ങനെ അവർക്കൊരു സ്പേസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കൂടുതൽ ആളുകൾ നമുക്കിവിടെ കാണാനായിട്ട്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു സ്പേസ് എനിക്ക് വേണം, റെസ്പെക്ട് വേണം, ഞാൻ തരുന്ന റെസ്പെക്ട് എനിക്ക് തിരിച്ചു വേണം എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് വളരെ പൊസസീവായിട്ട് അവരിങ്ങനെ ഞെക്കി പിഴിഞ്ഞു വെക്കുന്ന രീതിയിൽ അങ്ങനെ സ്നേഹിക്കാതിരിക്കുക. അവർക്ക് വേണ്ടത്ര സ്പേസ് കൊടുത്താൽ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടത്ര സ്പേസ് എടുത്തുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരു നല്ല ബന്ധത്തിലേക്ക് പോകാനായിട്ട് ഇനി ചാൻസ് ഉണ്ടാകും എന്നാണ് ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇനി ഈ ഒരു ബ്രേക്കപ്പ് ആ ഒരു സ്റ്റേജിലേക്ക് പോയ ആളുകളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹീൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു മാർഗം എന്നത്. നിങ്ങൾ രണ്ടുപേരും ഹീലായാൽ മാത്രമാണ് വീണ്ടും ഇത് ഒരു റീസ്റ്റാർട്ടിലേക്ക് വരികയുള്ളൂ. അപ്പൊ അങ്ങനെ ഹീൽ ചെയ്യാനുള്ള ഒരേ ഒരു കീ വേർഡ് അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് ഇതാണ്: പേഷ്യൻസ്, കെയർ, അൺകണ്ടീഷണൽ ലവ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം സെൽഫ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ നല്ല വശം അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ കുറെ ആളുകൾ ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പും അങ്ങനെയൊന്നും അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ, ഈ ഒരു സ്റ്റേജിലേക്കൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോകാതിരിക്കാനായിട്ട് പേഷ്യൻസും കെയറും ഒക്കെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ വഴികളിലൂടെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഈ റീഡിങ് റെസിനേറ്റ് ആവുന്ന ആളുകളുടെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ ഒത്തിരി കാണുന്നുണ്ടാകാം. അതൊരു മാറ്റത്തിന്റെ സൈനാണെന്ന് എല്ലാ റീഡിങ്ങിലും ഞാൻ പറയാറുള്ളതാണ്. അതായത് ഒരു കൊടുങ്കാറ്റിനും മഴയ്ക്ക് ശേഷം ഒരു ശാന്തത വരും, ആ സമയത്താണ് റെയിൻബോസ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാം തകർന്ന് തരിപ്പണമായി നമുക്കൊരു ടവർ കാർഡ് കാണാനായിട്ട് ചെയ്യും. അതിനുശേഷം ഒരു റെയിൻബോ, ഒരു മഴവില്ല് കാണുകയാണ് നമ്മൾ, ഒരു ശാന്തത വരികയാണ്. ആ ഒരു സമയമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ തമ്മിൽ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ലോങ് ടൈം ഹാപ്പിനെസ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ഹാപ്പിനെസ് ലഭിക്കും എന്നാണ് നമുക്കിവിടെ റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പല ഒരു ചേഞ്ചസുകളും നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് ഇനി പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫ്. ഇത് ചിലപ്പോൾ കുറേ ആളുകളെല്ലാം എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കിട്ടുന്ന എനർജീസ്. പിന്നെ ഈ ഒരു റീഡിങ് ഫുള്ളായിട്ട് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പല ചലഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും സ്റ്റിൽ ഇവിടെ ഒരു പ്യുവർ ലവ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ്, അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു സ്റ്റോറി ഒരു ഹാപ്പി ഫാമിലി ചാപ്റ്ററിലേക്ക് മാറും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് ആണ് നമ്മളോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സോൾ മെസ്സേജസ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സോൾ മെസ്സേജ് നോക്കാം. ഐ നീഡ് യു ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ ഹോൾ എക്സിസ്റ്റൻസ്. ഓക്കെ, നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് എല്ലാ സമയത്തും, അവരുടെ ലൈഫിൽ മുഴുവൻ സമയത്തും അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരു വ്യക്തി പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സോൾ മെസ്സേജ്, യു ടീച്ച് മീ ഹൗ ടു ഹാവ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ബിക്കം എ ഹെൽത്തി പേഴ്സൺ. ഓക്കെ, എങ്ങനെയാണ് ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഇരിക്കാനുള്ള സെൽഫ് ഡിസിപ്ലിൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ടീച്ച് ചെയ്ത് കൊടുത്തത് നിങ്ങളാണ് എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
I am so full of love for you that I could not possibly keep in it. ഓക്കെ, നിങ്ങളോട് വളരെയധികം മുഴുവനായിട്ടുമുള്ളൊരു സ്നേഹം അവർക്കുണ്ട്. പക്ഷെ ഇത് അവസാനം വരെ നിലനിർത്താനായിട്ട് പറ്റുമോ എന്നതിൽ അവർ പേടിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ റീഡിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു അവർ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതിനകത്ത് ഒരു പേടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ഇവർ പേടിക്കുന്നതിന്റെ മെയിൻ കാരണം. ഈ ഒരു സ്നേഹം അവസാനം വരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ പേടിക്കുന്നത്. ഓക്കെ, അടുത്ത സോൾ മെസ്സേജ് നമുക്ക് നോക്കാം. യുവർ സെൻസ് ഓഫ് ഹ്യൂമർ ഓൾവേസ് ലൈറ്റ്സ് അപ്പ് മൈ ഡേ. ഓക്കെ, നിങ്ങളുടെ ഒരു ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ആ ഒരു തമാശയൊക്കെ അവരുടെ ലൈഫിൽ എല്ലാ ദിവസവും നല്ല ബ്രൈറ്റ് ആക്കി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഐ ഫീൽ കംഫർട്ടബിൾ ടു ഷെയർ എവറിത്തിങ് അബൌട്ട് മൈസെൽഫ് ടു യു. ഓക്കെ, അവർ ഫീൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളോട് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യു ഹാവ് ടോട്ട് മീ ഹൗ ടു കീപ് മൈ പ്രോമിസസ് വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, എങ്ങനെയാണ് ഓരോ പ്രോമിസും നിറവേറ്റേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അവർ പറയുകയാണ്. ഓക്കെ, നിങ്ങളായിരിക്കാം ചിലപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. യു ആർ ക്യൂട്ട് ഈവൻ വെൻ യു ഡു നോട്ട് ട്രൈ ടു ബി. ഓക്കെ, നിങ്ങൾ വളരെ ക്യൂട്ടാണ്. അത് നിങ്ങൾ വളരെ ക്യൂട്ട്, ആ ഒരു ക്യൂട്ട്നെസ് അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. യു മേക്ക് അവർ ലൈഫ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, നമ്മുടെ ജീവിതം എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ ഒരേ ഒരു കാരണക്കാരൻ അല്ലെ കാരണക്കാരി നിങ്ങളാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്കിവിടെ വരുന്നത് മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ് എന്നാണ്. ലെഫ്റ്റ് സൈഡിലെ കവളിൽ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നു. ലവബിൾ, നിങ്ങളുടെ പേഴ്സൺ വളരെ ലവബിൾ ആയിരിക്കാം. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മ്യൂസിക്, ബ്യൂട്ടിഫുൾ ഐസ്, നല്ല മനോഹരമായ കണ്ണുകളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, അതുപോലെ 1994 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 23, ലെറ്റർ എക്സ്. നമ്പർ 5, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കാം. ലെറ്റർ എം, പർപ്പിൾ കളർ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാകാനുള്ള ചാൻസ് ഉണ്ട്. ടീച്ചർ ആയിരിക്കാം. ഐസ്ക്രീം ലവർ. ഓക്കെ, നമ്പർ 6, ഓറഞ്ച് കളർ, സിംഗിങ്. നമ്പർ 22, കോട്ടയം ജില്ല എന്നുള്ള ആളുകളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ്, എബ്രോഡൊക്കെ ഉള്ളവരായിരിക്കാം. കണ്ണൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 52, നമ്പർ 38, 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1981, നമ്പർ 23, നമ്പർ 32, 1986, ലെറ്റർ സി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലെറ്റർ എൻ, 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. വീണ്ടും നമുക്ക് 1980 കിട്ടുന്നുണ്ട്. 2 പ്രാവശ്യം നമുക്കിവിടെ 1980 കിട്ടി. യോഗ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.